പുതുക്കുറിച്ചിയിൽ വള്ളം തലകീഴായി മറിഞ്ഞ് ഒരാളെ കാണാതായി 4 പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. 3 പേർ നീന്തി രക്ഷപ്പെട്ടു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, മത്സ്യബന്ധനത്തിന് വിലക്ക് നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരമൊരു അപകടമുണ്ടാകുന്നത്. എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? എന്താണ് സംഭവിച്ചത് വിജിൻ? ജിൻസി, പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ വള്ളമാണ് മറിഞ്ഞത്. തിരുവനന്തപുരം പുതുക്കുറിശ്ശിയിലാണ് അപകടമുണ്ടായത്. 4 പേരാണ് ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ നീന്തി രക്ഷപ്പെട്ടു. മത്സ്യബന്ധനത്തിന് പോയി അധിക ദൂരം എത്തുന്നതിന് മുമ്പാണ് ഈ അപകടം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആന്റണി എന്ന ആളെയാണ് നിലവിൽ കാണാതായിരിക്കുന്നത്. ഇയാൾക്കായുള്ള തിരച്ചിൽ മറൈൻ എൻഫോഴ്സ്മെൻറ്റും ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസും കോസ്റ്റ് ഗാർഡും ഒക്കെ ചേർന്ന് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളും നിലവിൽ തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും അധിക ദൂരത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ ഇവർക്ക് ഒക്കെ ഉള്ളത്. കാരണം നീന്തി രക്ഷപ്പെട്ടതിനും അതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധന ഉൾപ്പെടെ തിരച്ചിലിനിടയിൽ നടത്തുന്നുമുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇയാളെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് നിലവിൽ മത്സ്യത്തൊഴിലാളികൾ തന്നെ പങ്കുവെക്കുന്നത്. ഈ ട്രോളിംഗ് നിരോധനം നിലവിലുണ്ടെങ്കിലും അധിക ദൂരത്തിലേക്ക് എത്തി മത്സ്യബന്ധനം നടത്തുന്ന വള്ളമല്ല. ഈ ട്രോളിംഗ് നിരോധനത്തിന് ഇടയിലും നിയന്ത്രിതമായ സ്ഥലങ്ങളിൽ മത്സ്യബന്ധനം നടത്താനുള്ള അനുമതിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ദൂരങ്ങളിൽ മാത്രം എത്തി മത്സ്യബന്ധനം നടത്താൻ തയ്യാറായി പോയ വള്ളമാണ് നിലവിൽ മറഞ്ഞത്. ജിൽസി. ശരി, വിജിൻ വായന്തോടാണ് വിവരങ്ങൾ നൽകിയത്. ഒരാളെയാണ് ഇനി രക്ഷപ്പെടുത്താനുള്ളത്.